നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള ഈ ആറ്റം ഉപയോഗിക്കുന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഗ്രൂപ്പിൻ്റെ നേതാവ് മുഹമ്മദ് സഫർ ആ സ്ഥാനത്ത് രാജിവെച്ചിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ യുഎൻ്റെ സപ്പോർട്ട് കൂടി അമേരിക്ക ഇറാനിലെ ടെഹ്റാനിൽ അണുബോംബ് വിസ്ഫോടനം നടത്താനുള്ള പരിപാടി ഉണ്ട് എന്നൊരു സൂചനയുടെ പേരിലാണ്. ആ പാവഭാരം ഏൽക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല. 1 കോടിയോളം ജനങ്ങൾ അധിവസിക്കുന്ന ഇറാനിലെ ടെഹ്റാനിൽ അമേരിക്ക ബോംബ് വർഷിക്കുമെന്നുള്ള ഒരു സാഹചര്യം. കാരണം മുൻ ചരിത്രം പറഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് ആണല്ലോ ബോംബിട്ടത്. സംശയം ഒന്നാമത് അത് അമേരിക്കയിലെ പോൾ ഹാർബറിൽ ഈ ജപ്പാൻ സൈന്യം പ്രവേശിച്ചതിൻ്റെ അമേരിക്ക തോറ്റു എന്ന് കണ്ടപ്പോഴാണ് അന്നത്തെ കുട്ടി ബോംബ് ലിറ്റിൽ ബോയ് ഉപയോഗിച്ചത്. അതിൻ്റെ മാരകമായ അപകടമൊക്കെ നമുക്കറിയാം. ഇപ്പോൾ ഈ യുദ്ധത്തിൽ എങ്ങനെ നോക്കിയാലും അമേരിക്ക തോറ്റു വരും, ഇസ്രായേൽ ഉൾപ്പെടെ. അപ്പോൾ നിൽക്കുകളില്ലാതെ ട്രംപ് ബോംബിടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടെന്നാണ് വിദഗ്ധന്മാർ പറയുന്നത്. അത് കണ്ടുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചത്. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം. ഈ ബന്ധുര് കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാലിൽ എന്ന് പറയും പോലെ സ്വർണത്തിൽ കൂട്ടിലാണെങ്കിലും കിളി തടവിൽ തന്നെയാണ് പക്ഷി എന്ന് പറയുന്ന പോലെ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ തേനും പാലൊക്കെ ഒഴുകണിലും രാജഭരണം മാറി ഒരു ജനായത്ത ഭരണം വരേണ്ട കാലഘട്ടം ലോകത്തായിട്ടില്ലേ എന്ന് ചില ആൾക്കാർ ചിന്തിച്ചു പോയാൽ കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെയാണ് എങ്കിൽ ഒരുപക്ഷെ ഇറാനും ഒരു വശത്തും ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയും ഇസ്രായേലും മറുവശത്തായിട്ട് നല്ലൊരു അടി നടക്കാൻ സാധ്യതയുണ്ട്. ഈ അടിയോടുകൂടി ഗൾഫ് രാജ്യങ്ങൾ മുഴുവനായും ഇറാനും ഭാഗികമായിട്ടും നശിക്കാൻ സാധ്യതയുണ്ട്. ആ നശിച്ചിൽ നിന്ന് ഒന്ന് ചീഞ്ഞാലും മറ്റും വളവാകുന്ന പോളിച്ച് വച്ചാൽ ആ നാശത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ജനായത്ത സമ്പ്രദായം വന്നുകൂടാന്നില്ല. അങ്ങനെയൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഏതായാലും കലുഷിതമാണ് അന്തരീക്ഷം, പ്രത്യേകിച്ച് മധ്യപൗരസ്ത്യ രാജ്യങ്ങളും ഗൾഫൊക്കെ ഉൾപ്പെടെ. ഇതെല്ലാം ദൈവം അപകടമുണ്ടാകാതെ അനുഗ്രഹിക്കട്ടെ. ആര് മരിച്ചാലും, യഹൂദി മരിച്ചാലും ആര് മരിച്ചാലും മനുഷ്യൻ തന്നെയാണ്. കാര്യം ഫലസ്തീനിലെ കുഞ്ഞു കുട്ടികളെയൊക്കെ ബോംബിട്ട് നിഷ്കരുണം നിഷ്ഠൂരം നികൃഷ്ടമായ രീതിയിൽ തകർത്തപ്പോഴും മനസ്സ് വെന്തുരുകിയിട്ടുണ്ട്. സത്യമാണത്. പക്ഷേ ഇന്നും ഇറാനിലെ അല്ലെങ്കിൽ ഇസ്രായേലിലെ മനുഷ്യൻ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സ് വിഷമിക്കുകയാണ്. കാരണം ഇസ്രായേലി ആയാലും പലസ്തീനായാലും ക്രിസ്ത്യാനിയും യഹൂദിനായാലും ആരായാലും മാനവധർമ്മം മനുഷ്യനല്ലേ, നമ്മളുടെ സഹോദരങ്ങളല്ലേ. അവർക്ക് അക്രമം, അവർക്ക് ആപത്ത് വരാതിരിക്കാമെന്ന് അങ്ങേയറ്റം ദൈവത്തോട് ഈശോയോട് പടച്ചോട് പ്രാർത്ഥിക്കുക. ഇത്രയും കാര്യം പറഞ്ഞ് നമ്മൾ ആ വിഷയത്തിൽ നിന്ന് കടക്കാണ്. ഇത് നമ്മുടെ കേരള രാഷ്ട്രീയം. എല്ലാവരും പറഞ്ഞ് 110 സീറ്റ് 100 സീറ്റ് 80 സീറ്റ് UDF കിട്ടും, UDF ഭരണം കിട്ടും എന്നൊക്കെ പറയുന്ന ചാനൽ വരുന്നുണ്ട്. ഞങ്ങൾക്ക് അത്ര അഭിപ്രായമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കോൺഗ്രസിൻ്റെ നേതാക്കളുടെ അശ്രദ്ധ അല്ലെങ്കിൽ ബുദ്ധിമോശം. രാഹുൽ ഗാന്ധി വന്നിട്ട് ആദ്യമായിട്ട് വന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ബസ്സിൽ ഫ്രീ കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് പോട്ടെ, അതിൽ വലിയ കാര്യമൊന്നുമില്ല, അത് കാണിക്കുന്നില്ല. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ റബ്ബറിന് 300 രൂപ വില കൊടുക്കും. അത് കോട്ടയത്തൊന്ന് ഏടോ രാഹുൽ ഗാന്ധി. കേരളം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി അല്ലടോ. 10% ക്രിസ്ത്യാനി, ആകെ 15%-ൽ 10% ക്രിസ്ത്യൻ, ബാക്കി 5% കൺവെർട്ട് ക്രിസ്ത്യനാണ്. ഇവിടെ കോൺഗ്രസിനെ അല്ലെങ്കിൽ കത്തോലിക്ക കോൺഗ്രസിനെ പ്രത്യേകിച്ചും BJPയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മോശമൊന്നുമല്ല. അവിടെ ധാരണ ക്രിസ്ത്യാനി മാത്രമേ ഉള്ളൂ കേരളത്തിൽ താമസം, വേറെ ആരുള്ള അറിയില്ലേ. ഇവിടെ ഇപ്പോൾ 50%-ഓളം ഹിന്ദുക്കൾ എടുപ്പുണ്ട്.
നിങ്ങൾ ഈ റബ്ബറിന് വരുമ്പോൾ 300 രൂപ വാങ്ങിക്കൊണ്ട് ഫസ്റ്റ് ഞങ്ങളുടെ ലക്ഷ്യമാണെന്ന് പറഞ്ഞാൽ ആർക്കാണോ റബ്ബർ കൃഷിയുള്ളത്? ഇതൊന്നും ഇല്ലാത്ത പാവപ്പെട്ട ഹിന്ദു സമുദായത്തെ ചെറുപ്പക്കാർക്കൊക്കെ എന്ത് വികാരമുള്ളൂ? അതല്ല നമ്മുടെ ഇദ്ദേഹമല്ലേ ഷാഫി പറമ്പിൽ പാർലമെൻറ്റ് വിട്ട് ആദ്യമായിട്ട് പറഞ്ഞറിയോ, ഗൾഫിലെ മലയാളികൾക്ക് ടിക്കറ്റ് ചാർജ് കൂടുതലാണ് കുറക്കുന്നതാണ്. അതൊക്കെ വേണമെന്നില്ല, അതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ 100 എടുക്കുന്ന ആയിരക്കണക്കിന് പശുവിൻ്റെ പേരിലും മറ്റു പേരിലും മനുഷ്യ കുത്തി കൊല്ലുമ്പോഴേ അതിനൊന്നും കാണാതെ ഈ മനുഷ്യൻ കണ്ടെന്താണ്, ഗൾഫിൽ ടിക്കറ്റ് ചാർജ് കൂടുതലാണ്. അത് കൈയടിച്ച് BJP ഒക്കെ സപ്പോർട്ട് ചെയ്ത്. ഷാഫി പറമ്പിൽ ആരുടെ സൃഷ്ടിയാണെന്നും ആരുടെ സന്താനമാണെന്നും ഞങ്ങളത് തുറന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കടന്നു പോകും. അത് ഞാൻ പറയുന്നില്ല, ഈ ഇലക്ഷൻ കഴിയുമ്പോൾ അറിയാം. മറ്റൊന്ന്, സതീശൻ പ്രതിപക്ഷ നേതാവല്ലേ, FCRA അവർ നിയമം ചൂട്ടെടുത്ത്. ആ നിയമത്തിൽ ക്രിസ്ത്യാനികൾക്ക് വിദേശമാണ് ആവശ്യമില്ല എന്നുള്ള നിയമമാണ്. ആ നിയമം വന്നതിൻ്റെ ആ നിമിഷം തന്നെ സതീശൻ നേരിട്ട് പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കൊക്കെ പരാതി അയച്ചു. ഈടോ നിങ്ങൾ ആ നിയമം ദൂഷ്യം വരുന്ന ക്രിസ്ത്യാനിക്കെന്ന് അറിയാം, മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും കൊണ്ട് ഭാഗ്യമാണല്ലോ. അപ്പം നിങ്ങൾ അവർക്ക് വേണ്ടി പരാതി അയച്ചപ്പോഴേ നിങ്ങളുടെ ചിന്താഗതി ക്രിസ്ത്യൻസ് നിങ്ങൾ കാണുന്നത് ശ്രദ്ധിക്കുന്നില്ലേ? അത് പ്രതികരിക്കാം, അത് അതിൻ്റെ രീതിയിൽ. 10 വോട്ട് കിട്ടുമെന്ന് ചോദിച്ചാൽ വോട്ട് കിട്ടുമെങ്കിൽ എടോ കോൺഗ്രസ് സതീശ കേരളത്തിൽ 10% ക്രിസ്ത്യാനികൾ വോട്ട് 5 വോട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. 100 ആൾ വന്ന് വോട്ട് ചെയ്യുമ്പോൾ 5 വോട്ടാണ് ക്രിസ്ത്യാനികൾ കിട്ടുന്നത് കേരളത്തിൽ. ബാക്കി 2 വോട്ട് BJPക്ക് പോവും, 3 വോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോവും. പറഞ്ഞ മനസ്സിലായോ സതീശൻജി? ഇത് കേൾക്കും മറ്റ് സമുദായത്തിൽ എന്ത് കഴിക്കുക? അവരും കത്തോലിക്ക കോൺഗ്രസ്, ഞങ്ങൾ ചിലപ്പോൾ ഇന്ത്യൻ നാഷണൽ കത്തോലിക്ക കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ മലപ്പുറം ലീഗുമാണ് BJP അധികാരത്തിൽ കയറ്റിയെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ പപ്പു എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി എന്നാണ് കഴിവില്ലാത്ത രാഹുൽ ഗാന്ധിയും ഈ കുഞ്ഞാക്കാട് ചില ലീഗ് നേതാക്കളുമാണ് BJP ഇത്ര പെട്ടെന്ന് ഇന്ത്യയിൽ അധികാരത്തിൽ കയറ്റിയത്. ഇത്ര പെട്ടെന്ന് പറഞ്ഞിട്ട് പണിയിട്ട് കാര്യമില്ല, കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ മണ്ടനാവും, ഞങ്ങൾ മണ്ടനാവില്ലെങ്കിൽ നിങ്ങൾക്കിതേ മനസ്സിലായില്ലെന്ന് ചോദിക്കും. ഇലക്ഷൻ നടക്കുകയാണ്, അതിന് സൈഡ് എഫക്റ്റ് ഭാഷയിൽ എന്താ നോക്കണ്ടേ? നാം ഒരു പ്രസ്താവന കൊടുക്കുമ്പോഴേ ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടി പറഞ്ഞാൽ തന്നെയാണ് പ്രസ്താവന കൊടുക്കുമ്പോഴേ. പക്ഷെ മുസ്ലിങ്ങൾക്ക് വേണ്ടി പറഞ്ഞ് വേറുണ്ട്. പക്ഷേ 37 വോട്ടുണ്ട്. 100 വോട്ട് ചെയ്യുമ്പോൾ 37 വോട്ട് UDFിനും കാക്കാമാർ വോട്ട് കിട്ടും. ഇത് 5 വോട്ട് കിട്ടുന്നത്. അപ്പോൾ 7-35 ഏതാണ്ട് 8 വെച്ച് 1:8 വരുന്നുണ്ട് സതീശൻജി, 1:8 വരുന്നുണ്ട്. നിങ്ങളൊക്കെ ചെയ്താലും 8-1 വോട്ടാണ് ഈ ക്രിസ്ത്യൻസ് കിട്ടുന്നത്. ബാക്കി 7 ഭാഗം വോട്ട് മുസ്ലിങ്ങൾ കിട്ടുന്നത്. അതൊന്നും നിങ്ങൾ കാണാതെ പോകുന്നു. അത് തന്നെയല്ല, എന്തെങ്കിലും കാരണം വെച്ചാൽ UDF ഭരണത്തിൽ പോയി കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ത് പറയുള്ളൂ? നിങ്ങൾക്ക് ഉണ്ടായില്ലേ രാഷ്ട്രമീമാംസനായിട്ട് മൊയ്തീൻ ഷാഹി ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ, എന്നിട്ട് എന്ത് ചെയ്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ഉത്തരം പറയും? ഇത് സതീശൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. ഞാൻ വീണ്ടും സതീശൻ പ്രതിപക്ഷ നേതാവായിട്ടാണ്, അല്പം ബോധമുള്ള ആളായിട്ടാണ് ഞാൻ സതീശനെ CP ജോണിനെ പറയുള്ളൂ. എന്നാൽ കുറച്ചുകൂടി ദീർഘവീക്ഷണമുള്ള അതാ CP ജോണായാലും പറഞ്ഞത്. സതീശൻ പറഞ്ഞത്, എടോ നിങ്ങൾ ഒരു ഭാഷ പറഞ്ഞല്ലേ, വർഗീയവാദികൾ വോട്ട് വേണ്ട, സമ്മതിക്കാം. പക്ഷേ STPയുടെ ആരുടെ വോട്ട് വേണ്ട പറഞ്ഞതിനാ? STP നമ്മൾ മുന്നിൽ ചേർക്കുക നിങ്ങൾ പറഞ്ഞ കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ STPയുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞു. വോട്ട് ഞങ്ങൾ ആരും സ്വീകരിക്കും. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞു, അതിൽ KC വേണുപോലെ പറഞ്ഞു, സതീശൻ പറഞ്ഞല്ലോ STPയുടെ വോട്ട് വേണ്ടെന്നാണ്. അത് ഗുണം ആർക്കാണ് കിട്ടുന്നത്? പിന്നീട് മഞ്ചേശ്വരത്ത് മത്സരിക്കുന്നില്ല, സ്ഥാനം മാറ്റി. പക്ഷെ അവരിപ്പോൾ LDF സപ്പോർട്ട് ചെയ്യാൻ പോകണം. ഇപ്പം നേമത്ത് LDF സപ്പോർട്ട് ചെയ്യാൻ പോകണം. ഇപ്പോഴും STPയുടെ ആൾക്കാർ പറഞ്ഞ് സതീശൻ ആ വാക്ക് പിൻവലിക്കുകയാണെങ്കിൽ ഞങ്ങൾ UDF വോട്ട് ചെയ്യാൻ തയ്യാറാണെന്ന്. ശ്രദ്ധയിൽ പെട്ട് കാണാവോ രാജാവിൻ്റെ? ഞങ്ങൾ പറയുന്നത്, ചില മൊയ്തീൻ ഷാഹി ഗ്രൂപ്പ് പറയുന്നത്, ഇന്ത്യയിൽ അത് കേരളത്തിൽ ഇന്ത്യയിൽ BJP വെച്ചുള്ള എല്ലാ പ്രസ്ഥാനങ്ങളെയും ചേർത്ത് ഒരു മുന്നണിയാണ് ഉണ്ടാക്കേണ്ടത്. അത് ആരും മാറ്റി നിർത്തരുത്. ഇത് എന്നാണോ ഈ പപ്പുവിനും ഈ ഗാർഗിനും ഈ സതീശനൊക്കെ മനസ്സിലാകുന്നത്? ഞങ്ങൾ പറയുമ്പോൾ തോന്നുന്നു ചില കാക്കാമാർക്ക് നിങ്ങളൊരു കോൺഗ്രസ് എതിര് പറഞ്ഞു. കോൺഗ്രസ് എതിര് പറഞ്ഞില്ല, കോൺഗ്രസ് കാരണം തെറ്റ് ചൂണ്ടിക്കാണിക്കുകയാണ്. നിങ്ങൾക്ക് എന്നാ ഇത് ബോധം ഉണ്ടാകുന്നത്?
BJP ചോദിച്ചാൽ ബാക്കി എല്ലാവരും കൂടി ചേർത്ത് ഒരു മുനയിൽ ഒരു ചങ്ങല പോലെ ഒരു കുടക്കിൽ നിന്നിൽ മാത്രമേ BJP എന്ന പ്രസ്ഥാനത്തെ താഴെ ഇറക്കാൻ സാധ്യതയുള്ളൂ. ഇറക്കുമ്പോഴും പറ്റുമെന്ന് പറയാനില്ല, സാധ്യതയുള്ളൂ. അത്രകണ്ട് കാര്യങ്ങൾ പോക്കാണ്. കാരണം ഈ നിമിഷം എടുത്ത് പിടിച്ച് BJP നിയമം പാസ്സാക്കി. ഇവിടെ ചില ക്രിസ്ത്യാനികളും ചില കോൺഗ്രസ്സുകാരും ചില കാക്കന്മാരും ഒക്കെ BJP അടിച്ച് BJPക്ക് പറ്റി ഒന്നും കിട്ടൂല പൊട്ടില്ല. അല്ലടോ, ഇന്ന് ജോറി പറഞ്ഞില്ല 2.4% ദേശീയ ലെവലിൽ ക്രിസ്ത്യൻസ്. 2% കാലമൊന്നുമില്ല, പോട്ടെ 2% ഉള്ളൂ. കേരളത്തിലാണെങ്കിൽ 15%, 5% കണ്ണൂർ ക്രിസ്ത്യൻ 10% ഉള്ളൂ. ബാക്കി 90% വേറെ കിടക്കുന്നു. മറ്റൊരു 98% വേറെ കിടക്കുന്നു. 10 ക്രിസ്ത്യാനി എതിരായി കഴിഞ്ഞാൽ 1000 ഹിന്ദുക്കൾ അനുകൂലം വരും. തന്നെയല്ല ഇതിനൊക്കെ അനുകൂലിക്കുന്ന മുസ്ലിങ്ങളുണ്ട്. എന്നറിയോ, ഈ സഭ എവിടെ ചെല്ലുമ്പോൾ സഭ ഒരു കോൺട്രാക്ട് പുറത്തിറക്കുക. അവിടെ ചെല്ലും സഭയുടെ 10 പൈസ പാർട്ടികൾ പിരിച്ചു കൊടുക്കില്ല. അത് സഭയുടെയാണ്, അത് മഠത്തിൻ്റെയാണ്, മറ്റേ കോപ്പിൻ്റെയാണ്. അത് വിദേശ പണം കൊണ്ടത് ചൊരിച്ചത്. ഇത് കണ്ട് ആൾക്കാർ മടുത്തുന്നേ. അതാണ് പറയുന്നത്. സഭയ്ക്ക് എന്താണ് ഇത്ര അമിതമായി പ്രാധാന്യം കൊടുക്കാൻ എന്ത് അവകാശം? ഇവിടെ മറ്റു സമുദായങ്ങൾക്കുള്ളിൽ കഴിഞ്ഞ് എന്ത് അവകാശം, എന്ത് പ്രത്യേകതയാണ് സഭയ്ക്ക് ഉള്ളത്? വിദേശ പണം കൊണ്ടുവന്ന് കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നോ? സുഖലോലുപരല്ലേ. ഇന്ന് കേരളത്തിലെ 2 തരം നേതാക്കൾ, കമ്മ്യൂണിസ്റ്റ് നേതാക്കളും സഭയുടെ പുരോഹിതന്മാരുമാണ് ഏറ്റവും വലിയ സുഖലോലുപന്മാർ. പെണ്ണിന് പെണ്ണ്, പണത്തിന് പണം, പേരിന് പേര്, ഏത് എല്ലാ സുഖലോലുപരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളും ഈ പറഞ്ഞ സഭയുടെ നടക്കും. അത്ര സുഖം രാജാക്കന്മാർ വരെ വഹിക്കണില്ല. കാരണം ചോദ്യം ചെയ്യാനില്ല. അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് ചെയ്താലും അണികൾ ചോദ്യം ചെയ്യില്ല. സഭയ്ക്കത് എതിർവായില്ലല്ലോ. നടക്കും നീചമായി പോട്ടെ. ഈ 2 പ്രസ്ഥാനങ്ങളിലും നടക്ക് തനി തെമ്മാടത്തിന് ഗുണ്ടാശം, പെൺപാടിയും, പെണ്ണിപിടുത്തൊക്കെ നടക്കുന്നത്. ഒരു ചോദ്യം ആരുമില്ല, ചോദ്യമില്ല. ഒരു കോൺഗ്രസ് പാർട്ടിയെ പെണ്ണെടുക്കാൻ പാടില്ല, അവരെന്തെല്ലാം വരും. മാർക്സിസ്റ്റ് പാർട്ടിയിൽ പെണ്ണ് എന്നല്ല, അത് അതിൻ്റെ എന്താണ് ഗ്രേഡ് നോക്കണം. അങ്ങനെ ഗ്രേഡ് നോക്കണം, അതിൻ്റെ റേഞ്ച് എത്ര വലിപ്പമുണ്ടെന്നൊക്കെ. പെണ്ണ് വീട്ടിലേതാണ് വലിപ്പം നോക്കണത്. എക്കെയാണ് സംഗതി. അപ്പോൾ അത് കണ്ട് സതീശൻ എടുത്ത വഴി ഞങ്ങൾ നിയമം വന്നപ്പോഴേക്ക് പ്രധാനമന്ത്രിക്ക് അറിയിച്ചു. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പ്രധാനമന്ത്രി എന്തോ ചെയ്തറിയാം സതീശ. ഇത് ഫ്ലാഷ് ചെയ്യുന്ന വടക്കേന്ത്യയിൽ കണ്ടോ. കേരളത്തിൽ നിന്ന് സതീശൻ കോൺഗ്രസ് നേതാവ്, ഇന്ന് സതീശൻ അയച്ചിരിക്കുന്നതാണ്. അപ്പോൾ ക്രിസ്ത്യൻ കോൺഗ്രസ് അല്ലേ, ഞങ്ങൾ പറയുന്നത് തെറ്റാണോ എന്ന് അവർ ബോധ്യപ്പെടുത്തല്ലേ. അത് കേരളത്തിൽ പോലും തെരഞ്ഞെടുപ്പ് ബാധിക്കും. ആസാമിൽ BJP കയ്യിലും കിട്ടും, പശ്ചിമ ബംഗാളിൽ കിട്ടും, പിന്നെ വേറെ ഒന്നും സ്ഥലത്തുകൂടി അവിടെ കിട്ടും. ഇവിടെ ചില കാക്കാമാരും ക്രിസ്ത്യാനികൾ, ചില കോൺഗ്രസ്സുകാരും ആഹ്ലാദാണ്. BJP ഇത്തവണ കിട്ടിയത്. BJP ഒരു അടിയും കിട്ടില്ല. അവർ കണ്ടുകൊണ്ടത് വളരെ കാൽക്കുലേറ്റാണ്. അവർക്ക് ഉപദേശിക്കാൻ ബുദ്ധിയുള്ള ആൾക്കാരുണ്ട്. കോൺഗ്രസ് പപ്പു യാദവിനെ പോലെയല്ല. പപ്പു കഴിഞ്ഞാണെങ്കിൽ ഇവിടെ ഉടനെ റബ്ബറിന് വില, അത് മറ്റ് പല കാര്യങ്ങളും പറയുന്ന കൂട്ടത്തിൽ റബ്ബറിന് വില കൂടുന്ന കാര്യം ഞങ്ങൾ ശ്രമിക്കാം എന്ന് ഒഴുക്ക് മട്ടി പറയാൻ പോരെ. ഇത് ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമായിരുന്നു തോന്നൂലേ. അയാളെ പെൺമാൾ ജാഥ നടത്തിൽ കന്യാകുമാരിയിൽ വന്നിട്ട് എവിടെയാണ് താൻ കഴിച്ചത്? 98% ഹിന്ദുക്കൾ ഇതല്ലെങ്കിൽ നോൺ ക്രിസ്ത്യൻസുള്ള ഇന്ത്യയിൽ നിങ്ങൾ കന്യാകുമാരിയിൽ വന്നിട്ട് മഠത്തിൽ പോയല്ലേ കിടന്നത്. അവിടെ നിങ്ങൾ അറേഞ്ച് ചെയ്തത് മഠത്തിൽ ഈ ക്രിസ്ത്യൻ സ്ഥാപനത്തിലല്ല, പെണ്ണുമതത്തിലില്ല. അതിൻ്റെ ബുദ്ധിമുട്ടും അപകടം എന്താണെന്ന് KC വേണുഗോപാൽ മനസ്സിലായോ? KC വേണുഗോപാൽ എന്തെങ്കിലും വിവരമുണ്ടോ ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച്? ഇനി എല്ലാവരും കൂടി കേരളം പോലും BJPയുടെ കയ്യിലേക്കട് കൊടുത്തു കഴിഞ്ഞാൽ ഈ KC വേണുഗോപാലും സതീശനും ഒക്കെ പൊട്ടിച്ചിരിക്കാം, നാരായണത്ത് പ്രാണത്തെ പോലെ. ഇപ്പം അവർ കാണിക്കുന്ന പ്രവൃത്തിയെല്ലാം നാരായണത്ത് പ്രാണം ചെയ്തെങ്കിലും അത് വലിയ ബുദ്ധിയാണ്. കയറ്റി ഉയർത്തിലിട്ട് വേണ്ടി താഴെ ഇട്ടാൽ ഇത്രേ ഉള്ളൂ കാര്യം എന്ന് മറ്റുള്ള പാഠം പഠിപ്പിക്കാൻ. ഇത് തന്നെ ഒരു സ്ത്രീ ഇവിടെ മദീനയിലുണ്ടായിരുന്നു. ഇത് പകലന്തിയോളം നെയ്യും എന്താണ് തുണി, അത് കഴിഞ്ഞ് അതെല്ലാം ഒഴുകുന്ന ആഴ്ചകളിൽ മണ്ടത്തിലെന്ന് പറയാം. അതുപോലെ ഇപ്പം കാണുന്ന സതീശൻ കാണിച്ച് മണ്ടത്തല്ലേ. ഉടനെയൊക്കെ ചെയ്യാവോ? ഇലക്ഷൻ സമയമല്ലേ, ഒന്ന് സഹമാറ്റിൽ ആലോചിക്കുക, അത് ശരിയാണില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു സഹമാറ്റി ചെയ്താൽ പോയിരുന്നോ? ഇത് കാണുമ്പോൾ ഹിന്ദുക്കൾക്ക് എന്ത് തോന്നും? എന്താ പറഞ്ഞത്? വിദേശ പണം വേണ്ട എന്നല്ലേ, അതിലെന്താ തെറ്റിപ്പോ?
ആർക്കും വേണ്ട. ഈ ക്രിസ്ത്യൻസ് മാത്രമല്ല, മുസ്ലിങ്ങൾക്കും വേണ്ട, ഹിന്ദുവിനും വേണ്ട. അതെല്ലാം സർക്കാർ പിടിച്ചെടുക്കണം. മുസ്ലിമിനെയും പിടിച്ചെടുക്കണം, ഹിന്ദുവിനെയും പിടിച്ചെടുക്കണം, ക്രിസ്ത്യാനും പിടിച്ചെടുക്കണം. കാരണം ഇപ്പോൾ ഈ പണം കൊണ്ട് ഇവിടെ സമുദായങ്ങളെ ഒരു പെട്ടി വൃത്തികേട് കാണിക്കേണ്ട, അഹങ്കാരം ധിക്കാരം കാണിക്കണം. പണ്ട് മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കൾക്ക് ക്രിസ്ത്യൻസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അവരും തുടങ്ങി. മുസ്ലിങ്ങൾ ഒരു വിഭാഗമുണ്ട്, ഹിന്ദുക്കൾ ഒരു വിഭാഗം, RSS ഒക്കെ വിദേശമാണ് സ്വീകരിക്കുന്നുണ്ട്. ഇതൊക്കെ ജനങ്ങൾ ആ ഒരു നമ്മൾ 60 സീറ്റിൽ 500-ന് 2000 എടുക്കാണ് ജയിച്ചിരിക്കുന്നത്. ആകെ 140 60 80 സീറ്റുള്ളൂ. 60 സീറ്റിൽ ജയിച്ചിരിക്കുന്നത് ഡിഫറൻസ് എന്താണ് വ്യത്യാസം? 500 മുതൽ 2000 വരെയാണ്. അതാണ് അറബിക് സർവകലാശാല കൊടുക്കാതിന് പേരിൽ 2% മുസ്ലിങ്ങൾ വലത്തേക്ക് നോക്കിയ മുസ്ലിങ്ങൾ ഇടത്തേക്ക് നോക്കിയതിന് ഫലമാണ് 99 സീറ്റ് കിട്ടിയത്. ഇപ്പോൾ 98 ആണെങ്കിലും വല്ലതും മനസ്സിലാകണ്ടോ കോൺഗ്രസ്സുകാർക്ക്? ലീഗുകാർക്ക് ഇപ്പോൾ വല്ലതും മനസ്സിലാകണ്ടോ? കരിക്കാട്ടിക്കളയും. നിങ്ങൾ പറയുമ്പോൾ അത്ര മോശം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ചാണല്ലോ പണ്ട് ഇത് ജയശങ്കർ പറയുമ്പോഴേ പിണറായി കുറച്ച് ചിലപ്പോൾ അഭിപ്രായത്തിലുണ്ട്. അത് പിണറായി മാറി പ്രശ്നം തോന്നില്ലേ? പാർട്ടിയോടല്ലേ എപ്പോൾ പിണറായിയോടാണ്. അത് ശരിയാണത്. പിണറായി കാണിക്കുന്നത് നല്ല കാര്യം ചെയ്തിട്ടുണ്ടില്ല, എങ്കിലും ധിക്കാരിയായിട്ട് അഹങ്കാരിയായിട്ടാണ് കാണിക്കുന്നത്. അത് അദ്ദേഹത്തെ അതിനുള്ള പക്വത കുറവായിട്ട് അതിനുള്ള അറിവുള്ളൂ. കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്, പക്ഷെ അങ്ങനെ ചെയ്ത് ഇപ്പം കണ്ടില്ല പരസ്യം. കാരണം കാസർഗോഡ് നിന്ന് കോഴിക്കോട് വരെ കിലോമീറ്ററിൽ ഓരോ 100 മീറ്റർ ഇടയിൽ വലിയ കൂറ്റം ഫ്ലെക്സുകൾ ഇദ്ദേഹത്തിൻ്റെതാണ്. അപ്പോൾ എത്രായിരം വേണം? അങ്ങനെ എല്ലാ സ്ഥലത്തും കാണും. ഞാൻ എറണാകുളത്ത് കാണുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും വോട്ട് ചെയ്യും. അങ്ങനെയൊക്കെ ചില അഡ്വാൻറ്റേജ് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷെ കടന്നുകൂടാം, അത്രയുള്ളൂ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ ഈസി വാക്കോറൊന്നുമില്ല. അത് STPയുടെ വോട്ട് വേണമെങ്കിൽ പറയുന്നില്ല. നിങ്ങൾ STPയുടെ വോട്ട് വേണമെന്നല്ല പറയാം. STPയെ പോലുള്ള വർഗീയവാദിന്ന് വെച്ചോ, വർഗീയ പാർട്ടികൾ ഞങ്ങൾ മുന്നണി ചേർക്കില്ല, ഓക്കെ, അത് നിങ്ങൾ പറഞ്ഞോ, കുഴപ്പമില്ല. പക്ഷേ വോട്ട് ഞങ്ങൾ ആദ്യം വേണം. ഇതല്ലേ KC വേണമെങ്കിൽ പറഞ്ഞത്, ഇതന്നെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും പറഞ്ഞത്. നിങ്ങൾക്ക് മാത്രമേ എന്തുള്ളൂ സതീശ് എത്ര പ്രത്യേകത? അപ്പോൾ ആദ്യം സംശയിച്ചു പോയ കുഴപ്പമില്ല. അപ്പോൾ നേമത്തും മഞ്ചേശ്വരത്തും BJP ജയിച്ചോട്ടെ എന്ന് കണക്കാക്കാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, ഈ ഇലക്ഷൻ സമയത്ത് എടോ, ഇലക്ഷനും യുദ്ധത്തിലും പ്രേമത്തിനും നിയമോ തത്വമൊന്നുമില്ല. അവിടെ വിജയസാധ്യത മാത്രമാണ് ലക്ഷ്യം. വേറെ ഒരു നിയമവും അവിടെ ബാധകമല്ല. അതുപോലും അറിയില്ലേ. ഇപ്പം ഞാൻ സതീഷോടൊക്കെ എന്താ പറയുക? നിങ്ങൾ എത്രയും കോൺഗ്രസിൽ എന്താ ചെയ്തങ്ങൾ കണ്ടില്ല? ഇത് ഈ നിർണായക ഘട്ടത്തിൽ ഒരു വോട്ട് പോലും പോകാൻ പറ്റുമോ? പോകാതെ ഈ സമയത്ത് നിർണായക ഘട്ടത്തിൽ അവൻ്റെ വോട്ട് വേണ്ട, ഇവൻ്റെ വോട്ട്. പണ്ട് ഞാനൊരു കഥ മതി. ഒരാൾ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായിട്ട് സ്വന്തമായിട്ട് നിന്ന്, അപ്പോൾ അവിടെ കുറച്ച് ചോമാരായിട്ട് വോട്ട് കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ആ കത്തിയുടെ വോട്ട് വേണ്ട, ഇപ്പോൾ നായന്മാരാണ് ആ കത്തിയുടെ വോട്ട്, നായരെന്തവന് കത്തിയോട്ട് അവരെ വോട്ട് വേണ്ട. പിന്നെ മാപ്പിളാരാണ്, അവരെ വോട്ട് പട്ടിയുടെ വോട്ട് വേണ്ട. ഇപ്പോൾ മുസ്ലിങ്ങളാണ്, പന്നി വോട്ടും വേണ്ട. പിന്നെ ആരെ വോട്ട്? ഈ 4 പോയപ്പോൾ എന്തോ വോട്ട് കിട്ടുന്നത്? ഇപ്പോൾ ഒരു വോട്ട് പോലും നിർണായകമാണ് ഈ വരുന്ന ഇലക്ഷനിൽ. നിങ്ങൾ പോളിംഗ് ബൂത്തിൽ അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർത്തിട്ടുണ്ടോ? വോട്ട് പോയില്ലെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? BJP ഒക്കെ ഈ SIR കഴിഞ്ഞതിന് ശേഷം പിന്നെ രഹസ്യമായിട്ട് പല സ്ഥലത്തും 1000 വോട്ട് ചേർത്തുന്ന ഞങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ട്. അത് കേരളത്തിൽ ഇലക്ഷൻ കമ്മീഷൻ പോലും കൂട്ടി നിൽക്കാണ്. വടക്കരയിലൊക്കെ ഉള്ളത് നിങ്ങളെന്ത് മനസ്സിലാക്കിയപ്പോൾ? ഞങ്ങൾ പറഞ്ഞു ഇലക്ഷൻ ജയിക്കണമെങ്കിൽ 3-4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് ഇതാണ് ഒരു രാഷ്ട്രമീമാംസ എന്ന നിലയിൽ ഞങ്ങളുടെ ഗ്രൂപ്പ് പറയാണ്. എന്താണത്? 1, വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുക. മറ്റൊന്ന് അവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കുക, നമ്മൾ ഉദ്ദേശിക്കുന്ന ചിഹ്നത്തിൽ. മറ്റൊന്ന് വോട്ട് എണ്ണുന്നവരെയും ആ വോട്ട് പെട്ടി ആരും തിരിമറി നടത്താതെ കാത്തിരിക്കുക. ഇപ്പം കാത്തിട്ട് കാര്യമില്ല, ഇലക്ട്രോണിക് യന്ത്രം ആയതുകൊണ്ട് എത്ര കാത്തിട്ട് കാര്യമില്ല. ചെയ്യുന്ന അമേരിക്ക എന്നോ ലണ്ടനിലോ ബ്രിട്ടനൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ന്യൂയോർക്കിൽ നിന്നോ അല്ലെങ്കിൽ പിന്നെ സിംഗപ്പൂരിലൊക്കെ ആയിരിക്കും, പറയാൻ പറ്റില്ല. അപ്പോൾ കാത്തിട്ട് കാര്യമില്ല. 4ാമത് ഇലക്ഷൻ എണ്ണി പ്രഖ്യാപിച്ച് മന്ത്രിസഭ ഏൽക്കുന്നവരെ നിങ്ങൾ പുറകിണ്ടാവും. അത് കഴിഞ്ഞാൽ അങ്ങനെ മാറാവുള്ളൂ. ഇത് ചെയ്യാൻ കോൺഗ്രസ് ട്രെയിനിങ്ങിൽ കൊടുത്തിട്ടുണ്ടോ? സ്റ്റഡി ക്ലാസ് പറഞ്ഞിട്ടുണ്ടോ? ഞാനിപ്പോഴും വീണ്ടും പറയാണ്, കേരളത്തിൽ എത്രായിരം കോടി രൂപയാണ് BJP മുടക്കുന്നത്. 2000 ഫ്ലെക്സ് വലിയ കൂറ്റം ബോർഡാണ്. 2 ലക്ഷം രൂപ ഒരു മാസം, 3 മാസത്തേക്ക്. 2000 × 2 ലക്ഷം എത്ര കോടി വരുന്നുണ്ട്? കാരണം ഇന്ന് എറണാകുളത്തൊക്കെ എത്ര വലിയ കൂറ്റൻ ഈ ചലിക്കുന്ന വീഡിയോ പോലുള്ളത്.
ഫ്ലെക്സ് അല്ല ഇതിൽ കാണുന്നത്. ഇവിടെ അതല്ല. ഞങ്ങൾ പറഞ്ഞില്ല കോൺഗ്രസ്സോട് BJP ചെയ്യുന്നത് എന്താ വെച്ചാൽ ഞാൻ BJPക്കാരായിട്ട് പറയല്ല. അവർ അത് നല്ല രഹസ്യം എല്ലാം നമുക്ക് മനസ്സിലാക്കണമല്ലോ. അവർ ചെയ്യുന്നത് ഒരു ഡിവിഷൻ അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിൽ നമുക്ക് 2000 വോട്ട് ഷോർട്ടേജ് വിചാരിക്കാം. അതിന് അവർ ചെയ്യുന്ന ആദ്യമായിട്ട് ഒരു 3000 വോട്ട് ആ മണ്ഡലത്തിൽ കളയും. എന്നിട്ട് ഒരു 3000 ചേർക്കും. അപ്പോൾ എത്ര വന്നു? 1000 വോട്ട് കൂടുതൽ വന്നില്ലേ? 2000 ആകെ വോട്ട് ചെയ്യൂ. അപ്പോൾ പോരാ കഴിച്ചു വീണ്ടും 1000 കൂടുതലുണ്ട്. അത് മതിയല്ലോ, ഒരു വോട്ട് ജയിച്ചാലും മതിയല്ലോ. അതാണ് ഒരു തത്വം. തന്നെയല്ല മറ്റൊന്ന്, ഇലക്ഷൻ ലിസ്റ്റിലെ വോട്ടർ ലിസ്റ്റിലെ ഒരു പേജിന് ഒരാൾ വയ്ക്കാണ്. വടക്കേ ഇന്ത്യയിലും UP യിലൊക്കെ ഒരാളെ വെച്ചു. അത് മാത്രമല്ല, കോൺഗ്രസ്സുകാരെ നിങ്ങൾ മനസ്സിലാക്കിയത്, അത് മാത്രമല്ല ആ ഒരാൾ സഹായിക്കാൻ 12 പേരെ. ഞാൻ വീണ്ടും പറയാണ്, ഒരാൾ വെച്ച് മെയിൻ ആളെ വെച്ച് ആൾ സഹായിക്കാൻ 12 പേര്. അപ്പോൾ 12 13 പേര്. ഒരു വോട്ടർ ലിസ്റ്റ് എടുത്ത് നോക്ക്. 48 പേരാണ് എൻ്റെ ഓർമ്മ, അല്ലെങ്കിൽ 25 100 പേര് കാണിക്കും. 100 100 ഒരു പേജിൽ 100 വോട്ടർമാരാണ്. 100 വോട്ടർമാരുണ്ടെങ്കിൽ 4 25 കുടുംബം. 25 കുടുംബത്തിന് ഇവിടെ 13 പേര് എന്ന് പറഞ്ഞാൽ ആവറേജ് 2 കുടുംബത്തിൽ ഒരാൾ വെച്ചേക്കാണ്. 2 കുടുംബം ഒരാൾ വെച്ചാൽ അവൻ അവിടെ അനങ്ങി അറിയും. അവിടെ ഒരാൾ മാറിയാൽ പോയാൽ അറിയും. അവിടെ ആരും വോട്ട് ചെല്ലുന്ന അറിയും. പ്രത്യേകിച്ച് ഇലക്ഷൻ സമയത്തൊക്കെ നിരീക്ഷണം കൂടും. 2 കുടുംബത്തിന് ഒരാൾ വെച്ചിരിക്കണം. ആ കുടുംബത്തിൽ എനിക്കറിയും. മറിച്ച് കോൺഗ്രസ് UDF ഗവൺമെൻറ്, UDF പാർട്ടി, ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ ഇലക്ഷന് ഇതാക്കിയത് ഇതുപോലെ എന്തും ചെയ്തിട്ടുണ്ടോ? വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാൻ ആൾ വച്ചോ? പേരുണ്ടോ നോക്കിയോ? കളഞ്ഞോ നോക്കിയോ? എല്ലാവർക്കും ലിസ്റ്റ് കൊടുത്തോ നോക്കിയോ? അത് നിങ്ങളുടെ മുമ്പിൽ വരുന്നതിനനുസരിച്ച് നിങ്ങൾ പോളിംഗ് ബൂത്തിൽ കൊണ്ടു കൊടുക്കും. നിങ്ങൾ ചെയ്യുന്നില്ലെന്നല്ല. ഇപ്പം ഞാനിപ്പോൾ അയ്യപ്പൻകാവ് ചെയ്തപ്പോൾ അവിടെ വോട്ടർ ലിസ്റ്റ് കൊടുത്ത് കോൺഗ്രസിൻ്റെ ബൂത്തിൽ കൊടുത്ത് വോട്ടർമാർക്ക് കൊടുത്ത് ഒരു 3-4 ദിവസം മുമ്പ് കൊടുത്താൽ നിങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്നതാണ് വോട്ടേഴ്സ് ലിസ്റ്റ് എടുത്തിട്ട് അതിൽ കാണുന്നവർക്ക് കൊണ്ട് കൊടുക്കും. അതല്ല, അതിപ്പോൾ നമ്മൾ ഈ മുസ്ലിം നടത്തിയ വോട്ടുകളിലോ കൗണ്ടറിൽ ഏതാൾ ഇരുന്നാലും മതി. അവിടെ ബില്ലടിച്ച് കാശറിയും. നോക്കേണ്ട എവിടെ നിന്നോ? എവിടെയാണ്? അടുക്കളയിലാണ്. അടുക്കള ദേഷ്യം വന്ന് വെളിച്ചെണ്ണ അടുപ്പിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അത് കത്തിപ്പോവില്ലേ? 1 ലിറ്റർ 1 കിലോ എണ്ണ പോയ എത്ര പോലും അതുപോലെ. അപ്പോൾ അവിടെ കാശിലും മുതലാളി ഇരിക്കില്ല. അത് ഏത് തെണ്ടി ഇരുന്നാലും മതി. അത് ആ കണക്ക് കൂട്ടി കാശ് വൈകിട്ട് നോക്കാം. അതുപോലെ നിങ്ങൾ ലിസ്റ്റ് നോക്കി കൊടുക്കുക അല്ല ഉത്തരവാദിത്തം. ലിസ്റ്റിൽ കയറിയിട്ടുണ്ടെന്ന് നോക്കാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പരിധി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം അത് നിർത്തിയവർക്ക്. പിന്നെ BJP അത് ശ്രദ്ധിക്കുന്നുണ്ട്, അറിയില്ലോ. അത് ചെയ്യുന്നുണ്ടോ? സതീശൻ്റെ പാർട്ടി ചെയ്യുന്നുണ്ടോ? UDF പാർട്ടി ചെയ്യുന്നുണ്ടോ? കുഞ്ഞാക്കയുടെ പാർട്ടി ചെയ്തിട്ടുണ്ടോ? എത്ര പേര് ചേർത്ത് എത്ര ലിസ്റ്റ് കൊടുത്ത്? ഇതൊക്കെ പറഞ്ഞാൽ അതിനിർണായകമാണ് ഈ വരുന്ന ഇലക്ഷൻ. ആ നിർണായക ഇലക്ഷനിൽ നിങ്ങൾ കാണിച്ച മുഴുവൻ മണ്ടത്തരാണ്. ഇപ്പം ഈ 5 വോട്ട് വേണ്ടി 100 ആൾ വന്ന് വോട്ട് ചെയ്യുമ്പോൾ 5 വോട്ട് കിട്ടുന്ന ക്രിസ്ത്യൻ സമുദായത്തിന് വേണ്ടി നിങ്ങൾ ഇത്രയും ആവേശം കാണിച്ച് അപ്പുറത്ത് 50 ആൾ പുറത്ത് എതിരാവും. ഇവിടെ 5 കിട്ടുമ്പോൾ 50 എതിരാവും. അത് മനസ്സിലാക്കിയുള്ള സാമാന്യ ബുദ്ധി ഈ സതീശനുണ്ടായോ? ഞാൻ വാർത്ത കണ്ട് ഈ FCR എനിക്ക് എതിരെ പെട്ടെന്ന് അന്ന് തന്നെ പ്രധാനമന്ത്രിക്കും കത്തയച്ചു എന്നുള്ള വാർത്ത വന്നു. അത് വലിയ വെണ്ടക്കഷ് കൊടുത്തേക്കാണ്. അത് വലിയ കാര്യമാണെന്നാ കാര്യം തന്നെ, സംശയമൊന്നുമില്ല. പക്ഷെ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആകെ വോട്ടറിൽ അതെന്ത് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ആകെ വോട്ടറിൽ 100 പേര് വന്ന് വോട്ട് ചെയ്യുമ്പോൾ 5 വോട്ടാണ് ക്രിസ്ത്യൻ സമുദായത്തിന് UDF കിട്ടുന്നത്. സ്റ്റിൽ നൗ ഈ ഇലക്ഷൻ പോലും ബാക്കി ആകെ 10 വോട്ടുള്ളൂ. ആ 10 വോട്ടിൽ 2 വോട്ട് BJPക്ക് പോകും. ഒരു 3 വോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകും. കാരണം മറ്റേ പെണ്ണൊക്കെ വച്ചിരിക്കല്ലേ. അപ്പോൾ ബാക്കി 10 വോട്ടേ കിട്ടുന്നത്. 100 വോട്ട് ചെയ്യുമ്പോൾ 5 വോട്ടോടോ UDF നിങ്ങൾ കിട്ടുന്നത്. അത് നായർ വിഭാഗം 9% ഉള്ളൂ. അവർ കിട്ടുന്നത് 1 വോട്ടാണ് കിട്ടുന്നത്. അവർക്ക് 1 വോട്ടേ കിട്ടുള്ളൂ. UDFന് വേണ്ടി 100 വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ടാണ് നായരുടെ കിട്ടുന്നത് UDFന് വേണ്ടി. അതിന് കമ്മ്യൂണിസ്റ്റ് കിട്ടുമോ? എന്നിട്ടാണ് ഇത്രയും സ്ഥാനമാനം കൊടുത്തത്. അപ്പം നിങ്ങൾ കാണിക്കുന്ന വൃത്തിയടക്ക ജനങ്ങൾ അക്ഷമതി റാമൂളിൽ നിന്ന് ചില കാക്കന്മാർ ചെയ്യുമ്പോൾ കാത്തിരുന്ന് റാമൂളി കോച്ചാച്ചത് അത് അംഗീകരിക്കുക, അതാണ് ശരിയെന്ന് പറയണോ? അങ്ങനെ പറയാൻ മുസ്ലിങ്ങൾ തയ്യാറല്ല. നിങ്ങൾ സിൽബന്ദികൾ മുസ്ലിങ്ങൾ ചെയ്യും, ലീഗിലൊക്കെ മുസ്ലിങ്ങൾ ചെയ്യും. കാരണം നിങ്ങൾക്ക് നേതൃത്വമാണ് രാഷ്ട്രീയത്തിൽ. അല്ലാത്ത സ്വതന്ത്രമായിട്ടൊരു 50% പേര് പുറത്തുണ്ട്. അവരുടെ കാര്യം ഞങ്ങളീ പറഞ്ഞത്.
ഞാൻ ഉമാ തോമസിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇത് അവിടെ നിന്ന് എനിക്ക് ഇന്നും ഒരാൾ വിളിച്ചിരുന്നു. 40,000 വോട്ടുണ്ട്. ഒരു 30% വോട്ടുകളാണ് മുസ്ലിങ്ങൾക്ക് ഈ എന്താണ് ഈ തൃക്കാക്കര മണ്ഡലത്തിൽ. അതിൽ ഈ ഇവർ MLA ആദ്യം ജയിച്ചു വന്ന വെച്ച് ആ ഭർത്താവിൻ്റെ പേരിൽ എന്തൊരു സംഘം ഉണ്ടാക്കിയിട്ട് ഒരു പരിപാടിച്ച് അത് ഒരു മുസ്ലിംമാർ ക്ഷണിച്ചില്ല. ബാക്കി പലരും എല്ലാം ക്ഷണിച്ചിട്ടുണ്ട്. നായർ ക്രിസ്ത്യൻ ജോനൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് അവിടുത്തെ അറിയില്ലേ, അവരറിയില്ല. അവർ എന്നോട് അന്ന് പറഞ്ഞ് ഇപ്പോഴും വിളിച്ച് എന്താണ് വിശ്വാസം സാറേ, ശരിയല്ലേ ഞങ്ങൾ പറഞ്ഞത്, പിന്നെ ഞങ്ങൾ എന്തിനാ അവർക്ക് വോട്ടിരുന്ന് നോക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും ഇപ്പം നോക്കണ്ട, മുഖ്യ ശത്രു തോൽപ്പിൽ ചെറിയ ശത്രു കൂട്ടുപിടിക്കാറുണ്ട്, അതുകൊണ്ട് അതെല്ലാം മാറ്റി വെച്ച് നിങ്ങൾ UDP വോട്ട് ചെയ്യുമെന്ന് രഹസ്യമായിട്ട് പറഞ്ഞിട്ടേക്കാണ്. എന്ത് പറഞ്ഞു ചെയ്യുന്നറിയില്ല. അതാണ് അടിയൊഴുക്ക് മനസ്സിലാക്കണം. ഉമ്മയായാലും തോമസ് ആയാലും പുഷ്പലതയാണെങ്കിലും ആരാണ് അടിയൊഴുക്ക് മനസ്സിലാക്കണം. അത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് രാഹുൽ ഗാന്ധി വന്നിട്ട് റബ്ബറിൻ്റെ 300 രൂപ ആകെ പറഞ്ഞ കാര്യമാണ്. അതൊക്കെ അപ്പം ആൾക്കാർ മനസ്സിലാക്കൂല്ലേ. ഇത് 1,000 ഇരട്ടി 1.9 എന്നുള്ള ശൈലി മാറി 1000 ഇരട്ടി വലിപ്പത്തിൽ പ്രചരണം നടത്താൻ സംഘപരിവാറിന് ഇവിടെ സാധ്യതയുണ്ട്. കോപ്പുണ്ട്. കോപ്പ് വെച്ചാൽ സന്നാഹമുണ്ട്. അതാണ് 5 കാലം കോപ്പ് കുറവ്, സന്നാഹമുണ്ട്. അത്ര സന്നാഹവും കോൺഗ്രസും ഇല്ല, CPM പോലും ഇല്ല കേരളത്തിൽ. കേരളത്തിൽ ആ CPM ഉള്ളൂ. ബാക്കി പോകണമെങ്കിൽ സ്റ്റേറ്റിൽ കൂടി കാണുന്നു കൊണ്ട് പറഞ്ഞ പോലെ. അപ്പം ഇതൊക്കെയാണ് അവസ്ഥ. നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നല്ലത്. ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം പറയാൻ പറ്റില്ല. നിങ്ങൾക്കറിയാം സ്വിറ്റ്സർലൻഡ് പ്രകൃതിരമണീയമായ ലോകത്തെ ഏറ്റവും വലിയ സുഖവാസ കേന്ദ്രം എന്നാണ് പറയുന്നത്. കാശ്മീരുണ്ട്. എന്ന് കാശ്മീരിനേക്കാൾ അത്ര ഉന്നതി ഒന്നുമല്ല സ്വിറ്റ്സർലൻഡ്. സ്വിറ്റ്സർലൻഡിൻ്റെ നാച്ചുറൽ ബ്യൂട്ടിയുള്ള കാശ്മീരിലാണ്. പക്ഷെ ആ കാശ്മീർ വളർന്നു വന്നാൽ സ്വിറ്റ്സർലൻഡ് തകരാറാകുന്ന ഒരു പ്രത്യേക ലോബി നിരന്തരമായിട്ട് വർഷങ്ങളായിട്ട് ഇന്നല്ല നൂറ്റാണ്ടുകളായിട്ട് കാശ്മീരിൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതിനിവിടെ സംഘപരിവാറിൻ്റെ പേരും പറയും. ഒരു സംഘപരിവാറിന് ചെയ്യുന്നതൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. സംഘപരിവാറല്ല കേരളത്തിലെ മുഖ്യശത്രു അമേരിക്ക, ഇസ്രായേൽ ലോബി തന്നെയാണ്, അല്ലെങ്കിൽ യൂറോപ്യൻ ലോബി തന്നെയാണ്. അവരാണ് ഈ RSS സൃഷ്ടി ഉണ്ടാക്കിയതും RSS കൊണ്ട് ഇവിടെ ചെയ്യിക്കുന്നതൊക്കെ അവരാണ്. അത് കാശ്മീർ എന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ചിത്രം കാണും കാശ്മീരിലെ പൂന്തോട്ടങ്ങൾ, ഭൂമിയിൽ സ്വർഗമുണ്ടെങ്കിൽ അത് ഇവിടെയാണ് നമ്മൾ പഠിച്ചിട്ടില്ലേ, ലോകം അംഗീകരിച്ചല്ലേ. അങ്ങനെ കാശ്മീരിൽ പ്രശ്നം ഉണ്ടാക്കി കൊലയും നടത്തി ആർക്കും വരാത്ത രീതിയിൽ നശിപ്പിച്ച് തകർത്ത് കളഞ്ഞ് സ്വിറ്റ്സർലൻഡോ നിമിഷം മതി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പുറകിൽ കളി ആരാണ് സാധാരണക്കാർക്ക് മനസ്സിലാവുക. ഞങ്ങൾക്ക് അശ്രാന്ത പരിപാടി അടികൊഴുക്കും വരികൾക്കിടയിൽ മനസ്സിലാക്കിയത് പറയുന്നത് നിങ്ങൾക്ക് അറിയിക്കാൻ പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് സത്യം നിലയ്ക്ക് ഒന്നുകൂടി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.